ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം. വണ്ടിത്താവളം മണിയാട്ടുകുളമ്പ് നാരായണൻകുട്ടിയുടെ ഭാര്യ ആനന്ദിയുടെ കുഞ്ഞാണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 4:20 ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കുഞ്ഞിനെ പുറത്തെടുത്ത ശേഷം മരണപ്പെടുകയായിരുന്നുവെന്നാണ് പരാതി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം കൃഷ്ണനുണ്ണി എന്ന ഡോക്ടർ പ്രസവം കഴിഞ്ഞെന്നും എല്ലുപൊട്ടിയെന്നും ശ്വാസതടസ്സമുണ്ടെന്നും അറിയിച്ചതായി നാരായണൻകുട്ടി പറഞ്ഞു. സംഭവം ഇവിടെ ചിറ്റൂർ ഗവൺമെന്റ് താലൂക്ക് ഓഫീസിലാണ് ഡെലിവറി നോക്കിക്കൊണ്ടിരുന്നത്. സ്റ്റാർട്ടിങ് മുതൽ അവിടെ തന്നെയായിരുന്നു കാണിച്ചതും. കൃഷ്ണനുണ്ണി സാറ്, ദീപിക മാഡം, ഇവർ രണ്ടുപേരെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഡെലിവറിക്കായിട്ട് പുലർച്ചെയാണ് വന്നത്. 25-ാം തീയതി പുലർച്ചെ ഒരു 4:30 അവിടെ എത്തിയത്. ഡെലിവറി വന്നെത്തി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞു. 4:50 ഡെലിവറിയും കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞൊരു 5-5:15 ആകുമ്പോൾ ഒരു 10-20 മിനിറ്റ് വീണ്ടും കഴിയുമ്പോഴേക്കും ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിങ്ങനെ കാര്യം പറഞ്ഞു. കൊച്ച് ബട്ടക്സാണ് ഫസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത്, ബ്രീച്ച് ലെവലിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇറങ്ങി വരുമ്പോൾ തന്നെ കൊച്ചിൻ്റെ ഇടത് കൈ എല്ലൊന്ന് പൊട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം കൈ അനക്കുന്നില്ല, ഷോൾഡറിലെ ഞരമ്പൊന്ന് വിട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ കൈയിൻ്റെ അനക്കം ഇല്ലാത്തത്. വേറെ മറ്റേ കൈ അനക്കുന്നുണ്ട് എന്നും പറഞ്ഞു. പോരാത്തതിന് ശ്വാസം എടുക്കാനും കുട്ടിക്ക് പറ്റുന്നില്ല, കരച്ചിലില്ലായിരുന്നു ഡെലിവറി സമയത്ത്. പിന്നെ അവർ CPR അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തിട്ടാണ് കുട്ടി കരഞ്ഞത് അത്ര. അതും ഇതുപോലെ ഒരു 10-20 മിനിറ്റിന് ശേഷം, അരമണിക്കൂറിനുള്ളിലാണ് കൊച്ച് കരയുന്ന അടക്കം. എല്ലാം കഴിഞ്ഞു അവർ വീണ്ടും വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, കൊച്ച് ശ്വാസം എടുക്കുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരു ചെറിയ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ NIC ഉള്ള ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ റെഫർ ചെയ്ത് തരാം. ഒന്നുമില്ല, തൃശ്ശൂർ ഗവൺമെൻറ് കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ അഹല്യയിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അവിടേക്കുള്ള റെഫറൻറ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു കഴിഞ്ഞു. ശരി, ഞാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. ആംബുലൻസ് 108 ആംബുലൻസ് വന്നു, കയറിയിരുന്നു. കൊച്ചിനെ ട്രയലിട്ടിട്ട് എൻ്റെ കയ്യിൽ തന്നു. പിന്നെ അവരുടെ ഉള്ളിലുള്ള ചെറിയൊരു ഓക്സിജൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് അഹല്യ ഹോസ്പിറ്റലെത്തിയപ്പോൾ അവിടെ നിന്നും അവിടെയുള്ള സിസ്റ്റർമാരും എന്താ ഇങ്ങനെ കൊണ്ടുവരുന്നത്, എങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞാൽ അവരും ഒരു 2 ചീത്ത. പിന്നെ അവർ കൊച്ചിനെയും മേടിച്ചിട്ട് പോയി ഉള്ളിൽ പോയി NICയിലൊക്കെ കയറ്റി. ഒരു കുറച്ച് നേരം കഴിഞ്ഞൊരു ഇതുപോലെ ഒരു 10-15-20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഡോക്ടർ ഉള്ളിലോട്ട് വിളിച്ചു തന്നെ. അപ്പോൾ ഇങ്ങനെയാണ്, 1% പോലും നമുക്കിതൊന്നും പറയാൻ പറ്റാത്തൊരു കേസാണ് ഇത്. ഡെലിവറി സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു അനസ്ഥയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ കൊച്ച് ബ്രീച്ച് ലെവലിൽ ഇറങ്ങി വന്നതുകൊണ്ടും പോരാത്ത കൊച്ചിന് ശ്വാസം എടുക്കാനും കിട്ടുന്നില്ല. ഇപ്പോഴും പൾസ് വളരെ കമ്മിയായിക്കൊണ്ടാണ് പോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കൊരു ആകെ പെട്ടെന്നുള്ള അവർ ഇതിലും കൂടുതൽ വേറെ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എനിക്കൊന്നത് മൈൻഡിൽ പെട്ടെന്ന് അതുകൊണ്ട് കയറിയില്ല. ചെറിയ കാര്യങ്ങൾ കുറച്ച് മാത്രമേ എൻ്റെ മൈൻഡിലുള്ളതാണ്. അതാണ് ഞാൻ പറയണത്. എല്ലാം കഴിഞ്ഞു. ഒരു കുറച്ച് നേരം കൂടെ കഴിഞ്ഞു വീണ്ടും വിളിച്ചു. നമ്മൾക്ക് ഇനിയും വെൻറ്റിലേറ്ററിൽ വെച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. അപ്പം കുറച്ച് വിഷമമൊക്കെ ആയി. എന്ത് ചെയ്യാനാ സാറേ, അവരെ കൊണ്ട് ഞാൻ ചോദിച്ചു, ഒരു വഴിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ തലയും താത്തിയിട്ട് മിണ്ടാതെ ഇരിക്കുകയാണ്. വീണ്ടും ഞാൻ പറഞ്ഞു, സാറേ ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു കിഡ്നി വിൽക്കാം, അങ്ങനെ എടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ വിൽക്കാം, എന്തെങ്കിലും ചെയ്ത് രക്ഷിക്കാൻ പറ്റുമോ എന്നാൽ സാറോട് ചോദിക്കുമ്പോൾ മൂപ്പരുടെ കണ്ണിൽ കൂടെ, ആ ഡോക്ടറുടെ കണ്ണിൽ കൂടെ വെള്ളം വരികയാണ്. അതൊക്കെ കണ്ടതും എനിക്ക് അവിടെ അങ്ങനെ അധികം നിൽക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, ഒന്നും പറയാനും കിട്ടുന്നില്ല. ഞാനന്ന് അമ്മയെ ഉള്ളിലോട്ട് വിടാം, അവരെ കൊണ്ട് കാര്യമൊന്നും പറയണേ എന്നുകൊണ്ട് പറഞ്ഞു. പിന്നെ വെളിയിൽ പോയി. പിന്നെ അമ്മയായിട്ട് സംസാരിച്ചു. വീണ്ടും എന്നെ തന്നെ വിളിക്കുന്നവർ. കൊച്ചിൻ്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ അച്ഛനെ തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ പോകുമ്പോഴാണ് പറഞ്ഞത്, ക്ഷമിക്കണം, ഒരു 2 മിനിറ്റ് മുമ്പേ മരണത്തിന് കീഴടങ്ങി എന്നാണ് അവിടെയുള്ള ഡോക്ടർ പറഞ്ഞത്. അരമണിക്കൂറിന് ശേഷം ICU ഉള്ള ആശുപത്രിയിലേക്ക് മാറ്റണമെന്നറിയിച്ചു. ജില്ലാശുപത്രിയിൽ കിടക്കയില്ലാത്തതിനാൽ കഞ്ചിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. രാവിലെ 6 മണിയോടെയായിരുന്നു അന്ത്യം. സംഭവത്തിൽ കോൺഗ്രസ് BJP പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ഇന്ന് വരെ ഒരു ഡയാലിസിസ് യൂണിറ്റ് പോലും പ്രവർത്തിക്കാനുള്ള സംവിധാനം മാത്രമേ ഈ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോഴും ഉള്ളൂ. ഇവിടെ സാധാരണ പനിയോ തുമ്മലോ ജലദോഷമോ അങ്ങനെയുണ്ടെങ്കിൽ വരുന്ന ഒരു ഹോസ്പിറ്റലായിട്ടാണ് ഇപ്പോഴും പ്രത്യേകമായിട്ട് അറിയപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴൊരു സൗകര്യം ചെയ്തു. പഴയ ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാവരും വെയിലത്തും മഴയത്തൊക്കെ നിൽക്കേണ്ട ഒരവസ്ഥ മാറി. ഇപ്പോൾ നല്ല കാറ്റോട്ടമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക്, ബിൽഡിങ്ങിലേക്ക് മാറി എന്നുള്ളതല്ലാതെ ഇവിടുത്തെ പൊതുജനങ്ങൾക്കോ രോഗികൾക്കോ ശാശ്വതമായ ഒരു പരിഹാരത്തിന് ഈ ആശുപത്രി ആയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ 6 നില കെട്ടിടം മാത്രമാണ് ചിറ്റൂർ
താലൂക്ക് ആശുപത്രിയിൽ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇതിൽ യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇന്ന് ആ കുട്ടി കാലത്ത് അമ്മ പ്രസവിച്ചതിന് ശേഷം ബ്ലീഡിങ് കൂടുതലുണ്ടായി. കുട്ടിയുടെ ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ കൈയൊഴിയുന്ന ഒരു തരത്തിലാണ് മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് അവരെ മാറ്റുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. അതിന് പോകുന്ന മധ്യേ തന്നെ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് മനസ്സിലായത്. ഇത് സർക്കാരിൻ്റെയും ഈ ഹോസ്പിറ്റലിൻ്റെ അധികാരിയുടെയും വലിയ വീഴ്ച തന്നെയാണ്. ഒന്നും രണ്ടുമല്ല, കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നിരന്തരമായിട്ട് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ആശുപത്രിയായിട്ട് ഈ ആശുപത്രി മാറുകയാണ്. കഴിഞ്ഞ ഒരു വർഷം മുൻപ് നെല്ലേപ്പള്ളി ഭാഗത്തുള്ള ഒരു അമ്മയും കുഞ്ഞും മരണപ്പെടുന്ന സംഭവമുണ്ടായിരുന്നു. ആ സംഭവത്തിന് ശേഷം രൂക്ഷമായിട്ടുള്ള ജനവികാരം ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടതാണ്. അതിനെ തുടർന്ന് പല സമയങ്ങളിലായി 3-4 കുഞ്ഞുങ്ങൾ മരിച്ച സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് മുഴുവൻ ചികിത്സിക്കുന്നത് ഈ പറയുന്ന ഇവിടെയുള്ള കൃഷ്ണനുണ്ണി ഡോക്ടറും ആ ഡോക്ടറുടെ ഭാര്യയുമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് ഈ ആശുപത്രിയിൽ തന്നെ 3 ബേബിയുള്ള ഒരു കുഞ്ഞ് ഒരു അമ്മ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പെട്ടെന്ന് പെയിന് കണ്ട് ഈ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഈ ഡോക്ടർമാർ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ പെട്ടെന്ന് തൃശ്ശൂരെത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മരണപ്പെടും എന്ന് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആശുപത്രിയിലെത്തി. ആ ആശുപത്രിയിൽ വെച്ച് 3 കുഞ്ഞുങ്ങളും മരണപ്പെടുന്ന ഒരു സംഭവം ഈ ആശുപത്രിയിൽ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് നടന്നിട്ടുണ്ട്. നിരന്തരമായി ഇവിടെ ചികിത്സ തേടുന്ന എല്ലാ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി ഇവിടെയുള്ള ഈ ഡോക്ടർമാർക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി അവരെ നിയമ നടപടിക്ക് വിധേയമാക്കണം. ഈ ഒരു ഗർഭിണി ആശുപത്രിയിലെത്തുന്നു. ആശുപത്രിയിലെത്തിയ ഉടൻ ഡോക്ടറെ നിരന്തരം ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ആ ഡോക്ടർ വരാൻ തന്നെ 1 മണിക്കൂർ ലേറ്റായിരിക്കുന്നു. ആ ഡോക്ടർ എത്തിയ ശേഷവും അനസ്തേഷ്യ കൊടുക്കാനുള്ള ആ ഡോക്ടർ എത്തുന്നില്ല. അതിൻ്റെ കാലതാമസമാണ് അവിടെ ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടാൻ സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. ആ കുഞ്ഞിന് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഈ ഡോക്ടർമാർ ചെയ്തിരിക്കുന്ന ആ പ്രവൃത്തിയാണ് ആ കുട്ടി നഷ്ടപ്പെടാൻ കാരണമെന്ന് മറ്റുള്ള ആശുപത്രിയിലെ ഡോക്ടർമാർ പോലും പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണത ഈ ആശുപത്രിയിൽ മാറണമെങ്കിൽ ഇതുപോലുള്ള ഡോക്ടർമാരെ ഇവിടെ നിന്നും ഒഴിവാക്കിയേ പറ്റൂ. ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഇത് കൃത്യമായി ആരോഗ്യവകുപ്പ് മന്ത്രി ഇടപെട്ടുകൊണ്ട് നടപടിയെടുക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. പ്രസവമെടുക്കുമ്പോൾ സംഭവിച്ച പിഴവാണ് മരണത്തിന് കാരണമെന്നാണ് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ പറയുന്നത്. ഞരമ്പ് മുറിഞ്ഞതായും തലയിൽ രക്തം കട്ടപിടിക്കുകയും ചെയ്തതായി പറയുന്നു. ഇതു സംബന്ധിച്ച താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് നാരായണൻകുട്ടി പരാതി നൽകി. ഈ വർഷം ഇത് 3ാം തവണയാണ് നവജാത ശിശു ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ മരണപ്പെടുന്നത്. കോടികൾ ചിലവഴിച്ച് കെട്ടിടം നിർമ്മിച്ചുവെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും മതിയായ ഡോക്ടർമാരുടെ അഭാവവുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പരാതി. UTV ന്യൂസ്, പാലക്കാട്.